ഓക്കെ ഗ്ലൈസ്, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാക് ഡ്രൈവ് 3D ഗെയിമിലെ വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നേക്കാണ് കേട്ടാ. അപ്പോൾ ഇപ്രാവശ്യത്തെ അപ്ഡേറ്റിലെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടെ ഒരു സൂപ്പർ കാറൊക്കെ വന്നിട്ടുണ്ട്. ഈ കാറൊക്കെ എങ്ങനെ എടുക്കണ്ടേന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ കാറിൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ചീറ്റ് കോഡാണ് 1391. അതടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാറ് സ്പോൺ ആവും. ഇതേത് കാറ്? ഇതേതൊരു മെർസിഡസിൻ്റെ സൂപ്പർ കാറാ. ഈ കാർ ഇപ്പോൾ കാണാനായിട്ട് നൈസായിട്ടുണ്ട്, ഒരു രക്ഷയും ഇല്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതേപോലെ ഉണ്ടാവും. ഇവിടെ പിന്നെ സ്ക്രീനിൽ AMG എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് മെർസിഡസിൻ്റെ കാറാ. എന്നിട്ടാലും സംഭവം നൈസായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ അപ്ഡേറ്റിൽ പുതിയതായിട്ട് വന്ന വണ്ടി. ഇതിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റുണ്ടാ. നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അതുമാത്രമല്ല, നമുക്ക് ഈ വണ്ടിയുടെ ടയറും കൂടി മാറ്റാം. അതും ഏതായാലും നൈസായിട്ടുണ്ട്. പിന്നെ ഈ ഗെയിമിലില്ലേ വേറെ ഒരു സംഭവം ഒന്നുണ്ട്. അതൊരു വെറൈറ്റി സംഭവമാണ്. നമ്മുടെ പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി, ആ സംഭവങ്ങളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ എടുക്കണ്ടേന്നും ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് RGS മെനു ഓപ്പൺ ആക്കുക, സോറി RGS ടൂൾ ഓപ്പൺ ആക്കുക. എന്നിട്ട് ടൈപ്പ് ചെയ്യുക സ്റ്റാൾ 1. സ്റ്റാൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൾ സ്പോൺ ആവും. ഇത് പിന്നെ വെജിറ്റബിൾ ബിരിയാണിയാ, ചിക്കനൊന്നും ഇല്ല. ഇനി അടുത്തത് സ്റ്റാൾ 2. സ്റ്റാൾ 2 അടിച്ചു കഴിഞ്ഞാൽ പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി, അത് സ്പോൺ ആവും. പിന്നെ അടുത്തത് സ്റ്റാൾ 3. സ്റ്റാൾ 3 അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വരും. ഇതൊന്നിട്ട് ഐസ്ക്രീം കടയെന്ന് തോന്നുന്നുണ്ട്, ഐസ് കോളയ അങ്ങനെ എന്തോ ആണ്. ഇനി അടുത്തത് സ്റ്റാൾ 4. സ്റ്റാൾ 4 അടിച്ചു കഴിഞ്ഞാൽ ചായക്കട ഓപ്പൺ ആവും. ഇതിൽ പിന്നെ സ്റ്റാള് 4 വരെ ഉള്ളൂട്ടാ. സ്റ്റാള് 5 ഉണ്ടാ, നമുക്ക് അടിച്ചു നോക്കാം. സ്റ്റാള് 5 ഇല്ല, 4 വരെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നേ. ഇവിടെ ഇപ്പോൾ കടയിലേ നമുക്ക് ആളനെ വെക്കാൻ പറ്റുണ്ടാ. നമുക്ക് NPCനെ സ്പോൺ ആക്കാം. അതിനായിട്ട് RGS ടൂൾ ഓപ്പൺ ആക്കുക. എന്നിട്ട് ബോയ് എന്ന് ടൈപ്പ് ചെയ്യുക. അന്നേരം നമ്മുടെ മുമ്പിൽ NPC സ്പോൺ ആവും. ഇതുണ്ടില്ലേ, ഈ NPC ഒരേ സ്ഥലത്ത് നിൽക്കുണ്ടാ. മുന്നേ ഇങ്ങനെ ഇല്ലായിരുന്നു. NPC ഒരേ സ്ഥലത്ത് നിൽക്കില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടോ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പുതിയ അപ്ഡേറ്റിൽ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗേളും അവിടെ ഒരേ സ്ഥലത്ത് നിൽക്കും. പക്ഷെ നമ്മൾ ബോയ് 2 അടിക്കുകയാണെങ്കിൽ അതവിടെ ഒരു സ്ഥലത്ത് നിൽക്കില്ല, അത് നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് ഗേള് 2ഉം. ഈ ഗേള് 2ഉം നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ബോയ് 1ഉം ഗേള് 1ഉം അവർ മാത്രമേ ഒരു സ്ഥലത്ത് അങ്ങനെ നിൽക്കുള്ളൂ. ഇവന്മാർ നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഇവൻ ഇടിക്കുകയാണെങ്കിൽ ഇവൻ ഇടിച്ചു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ പിന്നാലെ വരും. അങ്ങനെയാ. എന്നിട്ടായാലും ഈ സംഭവം കൊള്ളാം. ഇതൊക്കെ കുറേ കാലം മുന്നേ വരേണ്ടതായിരുന്നു. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിലിനി ഒന്നും വിട്ടുപോയില്ല എന്ന് വിചാരിക്കണു.